ആകെ വായടപ്പിക്കുന്ന ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമ്മുടെ പ്രഭാവതി ആകെ കുഴപ്പിക്കുന്നുണ്ട്. അപ്പൊ ഏകദേശം കേസൊക്കെ നമ്മുടെ സിദ്ധാർത്ഥന്റെ കയ്യിൽ നിന്നും വിട്ടുപോയിന്ന് പറയാം. സിദ്ധാർത്ഥൻ ഏകദേശം തൂക്കുകയറൊക്കെ റെഡിയായി എന്ന് പറയാം. പക്ഷെ ആകെ ഒരു പ്രതീക്ഷ നമ്മുടെ കാട്ടൂരാനും നമ്മുടെ പ്രഭാവതിക്ക് ആകെ ഒരു പ്രതീക്ഷ നമ്മുടെ ചന്ദ്രമതി വരുന്നൊരു രംഗങ്ങളാണ്. ചന്ദ്രമതി മൊഴി കൊടുക്കാൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയാണ്. അങ്ങനെ തന്നെ നമ്മുടെ തമ്പി വക്കീല് പറയുന്നുണ്ട് ചന്ദ്രമതിയുടെ ഒരു സുഹൃത്ത് സുഹറ ഇവിടെ മൊഴി നൽകാൻ ഇവിടെ വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ത്യാഗരാജന്റെ വണ്ടിയില് ത്യാഗരാജൻ ഏർപ്പാടാക്കിയ വണ്ടിയില് നമ്മുടെ സുഹറ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ അവിടെയാണ് കൂട്ടുകാരെ ഒരു ഇടിവെട്ടി ട്വിസ്റ്റ് സംഭവിക്കാൻ പോകുന്നത്. ആ ഒരു പർദ്ദ ഇങ്ങനെ പൊക്കുന്ന സമയം അത് സുഹറയായിരിക്കത്തില്ല കൂട്ടുകാരെ, നമ്മുടെ ചന്ദ്രമതി തന്നെ ആയിരിക്കും നമ്മുടെ കോടതിയിൽ എത്താൻ പോകുന്നത്. കോടതിയിൽ വെച്ച് ആർക്കും നമ്മുടെ ചന്ദ്രമതിയെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ചന്ദ്രമതി നേരെ മൊഴി കൊടുക്കും. അങ്ങനെ നമ്മുടെ സിദ്ധാർത്ഥൻ രക്ഷപ്പെടുന്ന ഒരു കിടിലൻ രംഗങ്ങൾ തന്നെയാണ് ട്ടോ കൂട്ടുകാരെ നമുക്ക് പുതിയ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത്. കാത്തിരുന്ന് തന്നെ കാണാം. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.